Hello guys, welcome back to Nelson Vlog. അപ്പോൾ എല്ലാ സുഹൃത്തുക്കൾക്കും ഒരു കൂടി നെൽസൺ വ്ലോഗ് എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു ചെറിയ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ Oppo F11 എന്ന് പറയുന്ന മൊബൈലിന്റെ അൺബോക്സിംഗ് വീഡിയോ ആണ്. 2019 മെയ് മാസമാണ് Oppo 11 ലോഞ്ച് ചെയ്തത്. നമ്മൾ എടുത്തിരിക്കുന്ന വേർഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ 6GB 128GB ആണ്. നമ്മൾ ആ ഒരു കോൺഫിഗറേഷൻ ആണ് എടുത്തിരിക്കുന്നത്. 6GB RAM 128GB സ്റ്റോറേജ്, ഇന്റർണൽ സ്റ്റോറേജ്. എക്സ്റ്റേണൽ മെമ്മറി കാർഡ് അതിൽ ഇൻസെർട്ട് ചെയ്യാൻ പറ്റില്ല. ഞാനത് പർച്ചേസ് ചെയ്തത് ആമസോണിൽ നിന്നാണ്. ആമസോണിൽ ഏകദേശം ഒരു 14,000 രൂപയുടെ അടുത്താണ് ഇതിന്റെ കോസ്റ്റ് വരുന്നത്. പിന്നെ ഒരു 1 ഇയർ ഒരു ഡാമേജ് പ്രൊട്ടക്ഷൻ കൂടി ഉണ്ട്. ഒരു 399 രൂപയാണ് 1 ഇയറിന് വരുന്നത്. ഞാൻ അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ഇടാം. അപ്പോൾ ജസ്റ്റ് ഒന്ന് നോക്കിയുള്ളൂ. അപ്പോൾ നമുക്ക് എന്തായാലും ബോക്സ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കി നോക്കാം എന്തൊക്കെയാണ് എന്നുള്ളത്. ഇതാണ് ആ ബോക്സ് വരുന്നത്. നമുക്ക് ഈ ബോക്സ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ കാണാവുന്നത് മൊബൈൽ ഫോണും പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഇൻഷുറൻസ് എടുത്തിട്ടുള്ള ഒരു ചെറിയൊരു പാക്കേജുമാണ്. മൊബൈൽ വെള്ളത്തിൽ വീണാലോ അതുപോലെ തന്നെ നമ്മുടെ കയ്യിൽ നിന്ന് വീണ് പൊട്ടിക്കഴിഞ്ഞാലോ ഈ ഇൻഷുറൻസ് നമുക്ക് ലഭ്യമാകും. അതുപോലെ തന്നെ അവർ തന്നെ സർവീസിനായിട്ട് കൊണ്ടുപോയിക്കോളും, തിരിച്ച് കൊണ്ടുവന്ന് തന്നോളും. ഒരുപാട് ഗുണങ്ങളുണ്ട്. 399 രൂപയാണ് ഇതിന് വരുന്നത്. അപ്പോൾ നല്ലൊരു ഗ്ലോസി ഫിനിഷിങ്ങോട് കൂടിയ ഒരു ഫോയിൽ ചെയ്തിട്ടുള്ള ഒരു ബോക്സാണ് ഇതിന് വരുന്നത്. പിന്നെ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൻ്റെ സ്പോൺസറാണ് ഓപ്പോ. അതിൻ്റെ ഒരു ലോഗോ കൊടുത്തിട്ടുണ്ട്. 128GB ഓപ്പോ ഏറ്റവും ആദ്യം അവതരിപ്പിച്ച സ്മാർട്ട് ഫോണാണ് ഓപ്പോ F11 എന്ന് പറയുന്നത്. ഇതിൻ്റെ 2 വേരിയൻറ്റുകൾ അവൈലബിൾ ആണ്. 4GB 64GB പിന്നെ വരുന്നൊരു വേരിയൻ്റാണ് 6GB 128GB. നമ്മൾ എടുത്തിരിക്കുന്നത് 6GB 128GB ആണ്. അതിൻ്റെ MRP വരുന്നത് 23,990 രൂപയാണ് MRP വരുന്നത്. നമുക്ക് ഓഫർ കഴിച്ച് കിട്ടിയിരിക്കുന്നത് 13,990 രൂപയ്ക്കാണ്. 3 കളറിൽ ഇത് അവൈലബിൾ ആണ്. ഫ്ലോറൈറ്റ് പർപ്പിൾ, ജ്വല്ലറി വൈറ്റ്, മാർബിൾ ഗ്രീൻ. 48 മെഗാപിക്സൽ പ്ലസ് 5 മെഗാപിക്സൽ ഡ്യുവൽ റയർ ക്യാമറയാണ് ഇതിൻ്റെ അടുത്തൊരു പ്രത്യേകത. 16.58 സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ 6.5 ഇഞ്ച് എന്നും വേണമെന്നുണ്ടെങ്കിൽ പറയാം. പിന്നെ ഇതിൻ്റെ ഡിസ്പ്ലേ വരുന്നത് ഫുൾ HD ആണ്. അതായത് 2340x1080. ഇതാണ് അതിൻ്റെ പിക്സൽ റേറ്റ് വരുന്നത്, അതായത് സ്ക്രീൻ റെസൊല്യൂഷൻ വരുന്നത്. പിന്നെ ഇതിൻ്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം വരുന്നത് ആൻഡ്രോയിഡ് ColorOS വെർഷൻ 6.0 ആണ്. പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ പ്രോസസ്സർ വരുന്നത് 2.1 GHz octa കോർ പ്രോസസ്സറാണ് ഇതിൽ വരുന്നത്. പിന്നെ അടുത്ത പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ 4020 mAh lithium-ion ബാറ്ററിയാണ്. അത്യാവശ്യം നല്ലൊരു ബാക്കപ്പ് കിട്ടുന്നുണ്ട്. ഏതാണ്ട് 36 hours അതിൻ്റെ ടോക്ക് ടൈമും 360 മണിക്കൂർ അതിൻ്റെ സ്റ്റാൻഡ് ബൈ ടൈമും പറയുന്നുണ്ട്. ബോക്സിൽ ഏറ്റവും മുകൾ ഭാഗത്തായിട്ട് വരുന്നത് അതിൻ്റെ സിം ഇജക്ടറാണ്. നമുക്ക് ഇത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും ഫസ്റ്റ് കാണാവുന്നത് സിം ഇജക്ടറാണ്. അതിന് താഴെയായിട്ട് നമുക്കൊരു കവർ തരുന്നുണ്ട്. അത്യാവശ്യം കനമുള്ളൊരു ട്രാൻസ്പെറൻറ്റ് കവറാണ് അവർ നമുക്ക് തന്നിട്ടുള്ളത്. പിന്നെ അതിന് തൊട്ട് താഴെയായിട്ട് തരുന്ന ബോക്സ് എന്ന് വെച്ചാൽ യൂസർ മാനുവലിൻ്റെ ആണ്. എങ്ങനെയാണ് അത് ഉപയോഗിക്കേണ്ടത്, അല്ലെന്നുണ്ടെങ്കിൽ ഫാസ്റ്റ് ചാർജിങ്, അല്ലെന്നുണ്ടെങ്കിൽ അവരുടെ സർവീസ് സെൻറ്ററുകളുടെ കാര്യങ്ങൾ, അങ്ങനത്തെ പറയുന്ന യൂസർ മാനുവലാണ്. നമ്മൾ സാധാരണയായിട്ട് അത് വായിച്ച് നോക്കാറില്ല. ഫോൺ വെച്ചിരിക്കുന്നൊരു നല്ലൊരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു കവറിലാണ്. ഇതിൻ്റെ മോൾ ഭാഗത്തായിട്ട് ഡിസ്പ്ലേയിൽ ചെറിയൊരു നോച്ച് മാത്രമേ വരുന്നുള്ളൂ. പിന്നെ ഒരു ടെമ്പേർഡ് ഗ്ലാസ് നമുക്ക് ഇതിൽ തന്നെ സെറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. ബാക്ക് സൈഡ് നല്ല ഗ്ലോസി ഫിനിഷിംഗ് ആണ് വന്നിട്ടുള്ളത്. പിന്നെ ഏറ്റവും താഴത്തായിട്ടാണ് അതിൻ്റെ ചാർജർ വന്നിട്ടുള്ളത്. ചാർജറും കേബിളും വരുന്നത്. ഇത് ഫാസ്റ്റ് ചാർജറാണ്. വളരെ പെട്ടെന്ന് തന്നെ ചാർജ് ആവുന്ന ഫാസ്റ്റ് ചാർജറാണ് വന്നിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ കേബിളും അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റിയുള്ള മെറ്റീരിയൽ കൊണ്ടുള്ള കേബിളാണ് വന്നിട്ടുള്ളത്. നമ്മുടെ ഓപ്പോയുടെ ലോഗോ പോലെ തന്നെ ആ കേബിളിൻ്റെ USB-യുടെ ഭാഗം തന്നെ ഗ്രീൻ കളറിലാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഹെഡ്സെറ്റാണ്. ഹെഡ്സെറ്റ് നല്ലൊരു തരക്കേടില്ലാത്ത നല്ലൊരു ഹെഡ്സെറ്റാണ് തന്നിട്ടുള്ളത്. ഇത്രയാണ് ആ ബോക്സിൽ വരുന്ന കാര്യങ്ങൾ.